ലൗഡ് സ്പീക്കർ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പെൺകുട്ടികളുള്ള പാരന്റ്സിന്റെ നെഞ്ചെടുപ്പ് കൂട്ടും. എന്നാൽ ചില പീഡന വാർത്തകളിൽ ഈ പാരന്റ്സ് തന്നെ വില്ലന്മാരാകുമ്പോൾ പെൺകുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം സ്വയം പ്രതിരോധമാണ്, സെൽഫ് ഡിഫൻസ്. എങ്ങനെ പ്രതിരോധിക്കും? സൂപ്പർ 94.7 FM ലൗഡ് സ്പീക്കറിലൂടെ ഹാഷ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം പ്രതിരോധത്തെ കുറിച്ചാണ്. പെൺകുട്ടികൾ എങ്ങനെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ, പെൺകുട്ടികൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ നേരിടും. ഒരു അനുഭവം പറയാൻ വേണ്ടി സിനിമാ താരം ശ്വേതാ മേനോൻ ഇപ്പോൾ ഹാഷിന്റെ കൂടെ ലൗഡ് സ്പീക്കറിലുണ്ട്. ശ്വേതാ മാം, എന്നായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ ആ ഒരു സ്വയം പ്രതിരോധം? സ്പെഷ്യലി ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ കാലിക്കറ്റിൽ സ്കൂളിൽ പഠിക്കണ, ഞാൻ കേരളത്തിൽ വന്ന് എനിക്ക് എത്ര ദിവസം ആയിട്ടുണ്ടായിരുന്നില്ല, 2-3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് എന്താ പറയാ, ഞാനിങ്ങനെ ഒരു ഇടവഴിയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് വന്നിട്ട് എന്നെ പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ലൈക് ഫിസിക്കൽ ഒരു എന്താ പറയാ, ഒരു ഒബ്സീൻ വേ ഓഫ് ഹി കോട്ട് മീ. അപ്പൊ ഞാൻ തിരിഞ്ഞ് ഒറ്റ അടി കൊടുത്തു ആൾക്ക്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കാണ്. അടി മാത്രല്ല, എന്റെ അമ്മമ്മ കളറി പഠിച്ചിട്ടുണ്ട്, എന്റെ അമ്മ കളറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1-2 മുദ്രാസ് എനിക്കറിയാം. അപ്പൊ ഞാൻ ആളുടെ മുകളിൽ കേറി ഒരുപാട് ഇടിയോടിടി. എന്റെ അച്ഛൻ ഇത് ദൂരത്തുനിന്ന് കണ്ടപ്പോ അച്ഛൻ ഓടി വന്നിട്ട് ആളോട് എന്നെ മോളെ മാറ്, അയ്യോ വിട് എന്ത് പറ്റി, ആർക്കും അറിയില്ല എന്ത് നടന്നു. ബിക്കോസ് അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ്. ആളെന്നെ എന്റെ എന്താ പറയാ ബാക്ക് സൈഡ് പിടിച്ച് അമർത്തലും ഞാൻ ആളുടെ മുകളിൽ ജമ്പ് ചെയ്യലും ഇടിക്കലും ഇതെല്ലാം 1 സെക്കൻഡിനുള്ളിൽ നടന്നു. യുനോ, അതിനുശേഷം ഇതുവരെ എത്ര പേർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും? ഇല്ല, ടോയിങ് തന്നെ ഒന്നുമില്ല, നോ ടോയിങ്. ആകെ ഒന്നുള്ളായിരുന്നു. അല്ല, ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഐ എം നോട്ട് എ വെരി ഫിസിക്കൽ. അത് ആ ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നു സ്കൂളില്. അത് ഐ വാസ് ലൈക്ക് ദാറ്റ്. പക്ഷെ ആസ് യു ഗ്രോ ഓൾഡ് നമുക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി നടന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ഐ വിൽ ഡു സംതിങ് ഫോർ ഷുവർ. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കില്ല. പെൺകുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ മാർഷൽ ആർട്സ് പഠിപ്പിക്കണം, ചെറിയ ക്ലാസ് മുതൽ തന്നെ അല്ലേ? പഠിപ്പിക്കണം. ഇപ്പൊ മാർഷൽ ആർട്സ് ഇൻ എനി ഫോം. ഇപ്പൊ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, പണ്ട് കാലത്ത് നായർ മേനൻസ് എല്ലാരും എന്താ പറയാ, ഇത് കളറി പഠിക്കാറുണ്ടായിരുന്നു. എന്തിനാ പഠിക്കാറുണ്ടായിരുന്നു? ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ഒന്ന് ഹെൽത്ത്, ഒരു ഹെൽത്ത് വൈസ് ഓൾസോ ഇറ്റ്സ് ഗുഡ്, ആൻഡ് ഒരു സെൽഫ് കോൺഫിഡൻസ്, പിന്നെ ഒരുപാട് കോൺഫിഡൻസ്, ഇൻബിൽറ്റ് കോൺഫിഡൻസ് വരും ഈ ആർട്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടം കാണുന്നത്. ദ വേ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ. ഇപ്പോഴത്തെ സ്കൂളില് ഫിസിക്കൽ സ്പോർട്സ് തന്നെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഈ ഇൻഡോർ എന്താ പറയാ സ്പോർട്സ് ആണ് ജാസ്തി, ലൈക് കമ്പ്യൂട്ടർ, അതിലെല്ലാം ഇരുന്നിട്ട് ഐ തിങ്ക് ഫിസിക്കൽ കേപ്പബിലിറ്റി അവരെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുണ്ട് ശരിക്കും. അതെ, ഐ തിങ്ക് ഇത് സ്കൂൾ തൊട്ടിട്ട് തന്നെ തുടങ്ങണം. നോട്ട് ഓൺലി മാർഷൽ ആർട്സ്, നോട്ട് ഓൺലി എനിത്തിങ് സ്പോർട്സ് എല്ലാം. അതിന് തന്നെ ഒരു ഭയങ്കര പെൺകുട്ടികളോ ആൺകുട്ടികളോ ആ ഒരു വ്യത്യാസമേ ഉണ്ടാവാൻ പാടില്ല സ്കൂളില്. യുനോ, ദേ ഷുഡ് ബി സെയിം, ദേ ഷുഡ് ബി ട്രീറ്റഡ് സെയിം. Okay, thank you ma'am. Thank you very much. You're welcome, darling. നിങ്ങൾ കേൾക്കുന്നു സൂപ്പർ 94.7 FM.